എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 6 തിയറികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ തിയറികൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവിഷൻസ് റെലവൻറ്റ് ഫോർ അക്കൗണ്ടിങ്, അതായത് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ്. രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ അഗ്രിമെൻ്റ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ അവിടെ പാലിക്കേണ്ട റൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും രണ്ടുപേരും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അവിടെ എടുക്കാൻ സാധ്യമല്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇല്ല. പക്ഷേ ലോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 6% പലിശ കൊടുക്കണം. നോ റെമ്യൂണറേഷൻ ഫോർ ഫേംസ് വർക്ക്, ഫേമിൻ്റെ വർക്കിന് അവിടെ റെമ്യൂണറേഷൻ ഒന്നും തന്നെ ഇല്ല. ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% എന്നുള്ളത് വൺ വേർഡിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പ്രൊവിഷൻസ് റെലവൻറ്റ് ഫോർ അക്കൗണ്ടിങ്ങോ റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഈ 5 പോയിൻ്റാണ് എഴുതി വെക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും, കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത്, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും കൂടി ചേരുന്നതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരൊറ്റ അക്കൗണ്ടേ ഉണ്ടായിരിക്കുള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയ ഡ്രോയിങ്സ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇതെല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതുന്നത്. പക്ഷേ ഫ്ലക്ച്വേറ്റിങ്ങിൽ ഓൺലി 1 അക്കൗണ്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ആ അക്കൗണ്ടിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയായിരിക്കും എൻ്റർ ചെയ്യുന്നത്. പിന്നെ ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻ ഫിക്സഡ് ആയിരിക്കും ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഫ്ലക്ച്വേറ്റിങ്ങിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും കാണിക്കുന്നത് ഒരു ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ ഫ്ലക്ച്വേറ്റിങ്ങിൽ സംടൈംസ് അത് ഡെബിറ്റ് ബാലൻസും കാണിക്കാറുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കേണ്ടത് 2 റൈറ്റ്സ്. ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട 2 റൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം, റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം. ഈ 2 റൈറ്റ്സ് ആണ് ന്യൂ പാർട്ണർക്കുള്ളത്. പിന്നെ തിയറി ആയിട്ട് പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. നേച്ചർ ഓഫ് ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ സ്വഭാവം, ലൊക്കേഷൻ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സിറ്റുവേഷൻ, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് സച്ച് ആസ് ഇമ്പോർട്ട് ലൈസൻസ്, പേറ്റൻറ്റ് എക്സെട്ര. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സാണ് ഗുഡ്വില്ലിൻ്റെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പഠിക്കേണ്ട തിയറി മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഒരു ഫേം ഡിസൊല്യൂഷൻ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റ്, കമ്പൽസറി ഡിസൊല്യൂഷൻ ഓൺ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിജൻസീസ്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. 5 മോഡ്സാണ് അതിൽ പഠിക്കാനുള്ളത്. ലാസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു തിയറിയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ണർഷിപ്പാണ് എൻഡ് ചെയ്യുന്നത്. ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ഫേം ആണെങ്കിൽ ബിസിനസ്സും അവിടെ ടെർമിനേറ്റ് ചെയ്യും. എക്കണോമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ളത്, അവിടെ ബിസിനസ് എൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. ഇവിടെയാണെങ്കിൽ ബിസിനസ് നിന്ന് പോവുകയാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷനും അവിടെ ക്ലോസ് ആവുന്നു. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. എന്നാൽ ഫേമിലാണെങ്കിൽ അവിടെ എല്ലാം നിന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യില്ല. പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ് ഇൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. അവിടെ ബിസിനസ് തന്നെ ഇല്ല. അപ്പോൾ പിന്നെ അവിടെ ബുക്കിൻ്റെ എല്ലാ കണക്കുകളും അവിടെ ക്ലോസ് ചെയ്ത് തീരും. ഈ 6 തിയറീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അക്കൗണ്ടൻസിയുടെ ഭാഗത്തു നിന്നും പഠിക്കേണ്ടത്. ഇത് നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിരിക്കണം.